പൊഴിഞ്ഞു വീണു പാട്ടുകൾ. ആരാരോ തേടുന്നു അന്തിനിലാവളി, അമ്മാനം മാനത്തെ അല്ലിമലർക്കിളി. കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റുപോലെ ഓർമ്മയിൽ. ദോഷസമയമൊക്കെ മാറിയെന്നും ഇനി അങ്ങോട്ട് ഐശ്വര്യമാണെന്നൊക്കെയാ പണിക്കരുടെ അഭിപ്രായം. കല്യാണം കഴിയുന്നതോടെ ആരും പ്രതീക്ഷിക്കാത്തത്ര ഉയർച്ചയാണത്രേ വേണിക്ക്. അങ്ങനെ പൊടിപ്പും തൊങ്ങലും വെച്ച് എന്തൊക്കെയാ പണിക്കര് പറഞ്ഞത്. അടുത്ത ഞായറാഴ്ച മോതിരം മാറൽ നടത്താൻ പറ്റിയൊരു മുഹൂർത്തമുണ്ട്. വച്ച് താമസിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനതങ്ങ് ഉറപ്പിച്ചു. അപ്പോഴേക്കും വേണിമോള് യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തും. അല്ല, ഇക്കാര്യം കുഞ്ഞുലക്ഷ്മി അറിയിക്കണ്ടേ? വരുന്ന വഴി ഞാൻ അവിടെയും കയറി. കല്യാണം ഉടനെ വേണോന്ന് പറഞ്ഞ് ധൃതിയല്ലേ അവർക്ക്. അതേതായാലും നന്നായി. എല്ലാം എന്റെ കുഞ്ഞിന്റെ ഭാഗ്യം. അവളെ പൊന്നുകൊല്ലം നോക്കിക്കോളും അവര്. വളയൊന്ന് മാറ്റി പിടിച്ചിരുന്നെങ്കിൽ വണ്ടി കിഴവന്റെ നെഞ്ചത്തൂടെ കയറ്റിയിറക്കാമായിരുന്നല്ലോ മോഹനേന്ദ്ര. അറിയാഞ്ഞിട്ടല്ലടോ, പിഴച്ചോട്ടെന്ന് കരുതി വിട്ടുകളഞ്ഞല്ലേ. അല്ല, എന്തൊക്കെയുണ്ട് മാമ്പള്ളി ഓഫീസിലെ വിശേഷങ്ങള്? MDയും പുതിയ AGM ടൂറിലാണെന്ന് കേട്ടു. എല്ലാവർക്കും ബെസ്റ്റ് ടൈം തന്നെയല്ലേ? സംശയമുണ്ടോ? കമ്പനിയെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും നല്ല സമയമാണ്. ഇരിക്കുന്ന കൊമ്പ് തന്നെ മുറിക്കാൻ ശ്രമിക്കുന്ന ചില വെള്ളാനകൾക്ക് ഊരുവിലക്ക് കൽപ്പിച്ചിരിക്കുകയല്ലേ. അതുകൊണ്ട് ഇപ്പൊ കാര്യങ്ങളൊക്കെ നേരെ ചൊവ്വേ നടക്കുന്നുണ്ട്. അധികം അങ്ങ് മൂപ്പിക്കല്ലേ. എന്നെ അവിടുന്ന് പുകച്ച് പുറത്തേ അടിച്ച് താനും തന്നെ മറ്റോളും കൂടി അവിടെ അങ്ങ് ഉഴുതുമറിക്കാമെന്ന് കരുതരുത്. അധിക നാളെ എന്നെ ഇങ്ങനെ മാറ്റി നിർത്താമെന്ന് താൻ മനപ്പായസം ഉണ്ണണ്ട. പോയതിലും വേഗത്തിൽ മോഹനേന്ദ്രൻ അവിടെ തിരിച്ചെത്തും. മോഹനേന്ദ്ര, തന്റെ കസേര ഇപ്പോഴും ഓഫീസിൽ ഒഴിഞ്ഞു തന്നെ കിടപ്പുണ്ട്. മനസ്സിലെ ദുഷ്ടതയും കുരുട്ടുബുദ്ധിയൊക്കെ ഉപേക്ഷിച്ച് വന്ന പഴയ സ്ഥാനത്ത് മാന്യമായിട്ട് തുടരാം. അതല്ല, കയ്യൂക്കിലൂടെ കാര്യം നേടാൻ ആ ശ്രമമെങ്കിൽ ഇനി ഒരുപാട് നാള് പെരുവഴിയിൽ ഇതുപോലെ വളയം തിരിച്ച് കളിക്കേണ്ടി വരും. നിർത്തോ, ഉപദേശിക്കാൻ വരുന്നു ഓറട്ട കഴിവാ. തന്റെ ഉപദേശവും മണിയടിയൊക്കെ അങ്ങ് MRCയുടെ അടുത്ത് മതി. വേഷം കെട്ടും കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ. അല്ല, താൻ ആരാന്നാ തന്റെ വിചാരം? MRC ഗ്രൂപ്പിലെ വെറുമൊരു സ്റ്റാഫ് മാത്രമോടോ താൻ? അമ്മാവന്റെ മുമ്പിൽ നല്ല പിള്ള ചമഞ്ഞ് ഇത്തിരി അധികാരം കൈക്കലാക്കിയെന്ന് കരുതി ബാക്കിയുള്ളവരെ കയറി മേയാൻ വന്നാലുണ്ടല്ലോ, ഈ തടിക്ക് മുകളിലൂടെ ചക്രം കയറ്റി ഇറക്കും ഞാൻ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇതുപോലെ ഭീഷണിപ്പെടുത്തി മുമ്പ് ഒരുത്തം വന്നിരുന്നു, തന്റെ വലം കൈ ഗിൽബർട്ട്. അവനെ ഇപ്പം കാണണമെങ്കിൽ വണ്ടി നേരെ തെക്കോട്ട് വിട്ടാ മതി. സെൻട്രൽ ജയിലില് സുഖവാസമാണെന്നാ കേൾവി. ഞാൻ കൈയെടുക്കട. കയ്യൂക്ക് കാട്ടി പേടിപ്പിക്കാൻ നോക്കല്ലേ മോഹനേന്ദ്ര. ഒന്നുമില്ലെങ്കിലും നിന്നേക്കാൾ 10-20 ഓണം കൂടുതലുണ്ട് എന്റെ എല്ലുറപ്പ് എനിക്കുണ്ട്. നീ പോ. ഭീഷണി കേട്ടാൽ മുട്ടുകാല് തമ്മിൽ തട്ടുന്നവരോട് പോയി ഉമ്മാക്കി കാണിക്കുക. ഒന്ന് നിന്നേ. ഇപ്പൊ താൻ പോയിക്കോ.
പക്ഷേ ഒന്നോർത്തോ മാമ്പള്ളി, MRC മാത്രമല്ല കമ്പനിയുടെ പരമാധികാരി. ഞാനും എൻ്റെ അമ്മയും സഹോദരങ്ങളും അടങ്ങുന്ന ഒരു ബോർഡിന്റെ കീഴില് കമ്പനി പ്രവർത്തിക്കുന്നതെന്ന് നല്ല ബോധ്യം വേണം. ഒരിക്കൽ MDയുടെ കസേരയിൽ ഈ മോഹനേന്ദ്രനെ കാണുമ്പോ ഓച്ചാനിച്ച് തലചൊറിഞ്ഞ് നിൽക്കേണ്ടി വരും തനിക്ക്. തന്നെപ്പോലെ ഒരുത്തന്റെ മുന്നിൽ ഓച്ചാനിച്ച് തലകുരിച്ച് നിൽക്കേണ്ട ഗതികൾ എനിക്ക് വന്നാൽ അന്തസ്സായിട്ട് ആ ജോലി രാജിവെച്ചിട്ട് ഈ മാമ്പള്ളി ദേശാടനത്തിന് ഇറങ്ങും. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം എന്തിനാ മോളെ നീ ഇതൊക്കെ വാങ്ങി കാശ് കളഞ്ഞത്? ആവശ്യത്തിനുള്ളതൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. ഹരി വാങ്ങി തന്നതിൽ 2-3 കോടി മാറാതെ ഇനി ഇരിപ്പുണ്ട്. എന്നാ അതിന്റെ കൂട്ടത്തിൽ ഇതോടെ ഇരുന്നോട്ടെ. അത് വേണ്ട, മോൾ ആഗ്രഹിച്ചു വാങ്ങി തന്നല്ലേ. ഇത് നിങ്ങളുടെ കല്യാണത്തിന് കൊടുക്കാം. കല്യാണത്തിനൊടുക്കാൻ മാഷ് പുതിയത് വാങ്ങിത്തരില്ല അമ്മയ്ക്ക്. അതിനു മുൻപ് ഇത് ഉടുക്കാൻ ഒരു ചാൻസ് ഉണ്ട്. നിശ്ചയത്തിന്റെ അന്നായല്ലോ. പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ, ഞാനത് ഓർത്തില്ല. എന്താ രണ്ടുപേരും കൂടി ഒരു സ്വകാര്യം? അല്ല, ടൂർ കഴിഞ്ഞ ഇയാൾ എപ്പോഴാ എത്തിയത്? വരുന്ന വഴിയാ. അമ്മയൊന്ന് കണ്ടിട്ട് വീട്ടിലേക്ക് പോകാലോ എന്ന് കരുതി. നീ ഇത് കണ്ടോ? മോളെ എനിക്ക് വേണ്ടി വാങ്ങിക്കൊണ്ട് വന്നതാ. കൊള്ളാലോ. കല്യാണത്തിന് മുന്നേ മരുമോൾ അമ്മായിയമ്മയെ സോപ്പിടാൻ തുടങ്ങിയോ? അല്ലേലും നിന്റെ നാവില് കുരുത്തക്കാടല്ലേ വരുള്ളൂ. മോൾ ഇതൊന്നും കാര്യാക്കണ്ട കേട്ടോ. എന്റെ സെലക്ഷൻ ഒന്നും അമ്മയ്ക്ക് പിടിക്കില്ലല്ലോ. ഇനിയിപ്പോ മനസ്സിനാണെങ്കിൽ വാങ്ങിത്തരാൻ ഒരാളായി അല്ലേ അമ്മേ? നിങ്ങൾ സംസാരിക്കേ, ഞാൻ ചായ എടുക്കാം. വേണ്ടമ്മേ, ഞാൻ ഇറങ്ങാം. വീട്ടിലിപ്പോ എല്ലാരും കാത്തിരിക്കുന്നുണ്ടാവും. എന്നാലും ഇവന് വേണമല്ലോ. നമ്മളെ തനിച്ചാക്കാൻ വേണ്ടി അമ്മ മനഃപൂർവ്വം മുങ്ങിയതാ. എനിക്കും തോന്നി. അല്ല, സമ്മാനങ്ങള് അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ, ഭാവി ഭർത്താവിനൊന്നും വാങ്ങിയില്ലേ? അയ്യോ, ഞാനത് മറന്നു. ബെസ്റ്റ് പാർട്ടി. അതുപോട്ടെ, ടൂർ എങ്ങനെ ഉണ്ടായിരുന്നു? തന്റെ ബോസിനെ ശരിക്കും ഇംപ്രസ് ചെയ്യാൻ പറ്റിയോ? ഒരുവിധം സക്സസ് ആയിന്ന് തോന്നുന്നത്. ഓഫീസിൽ പോയിട്ട് അതിന്റെ ഫോളോ അപ്പ് ഉണ്ട്. നമ്മുടെ കാര്യം പുള്ളിയോട് സൂചിപ്പിച്ചോ? അങ്ങനെ വിശദമായിട്ടൊന്നും പറഞ്ഞില്ല. എന്നാലും ഒരു സൂചന കൊടുത്തു. ഞാൻ പൊക്കോട്ടെ? അല്ല, ഞാൻ വന്നോണ്ടാണ് എത്ര ധൃതി? ഏയ് അല്ല, കണ്ടിട്ട് പോവാലോന്ന് കരുതിയ ഇതുവരെ നിന്നത്. വൈകിയ അച്ഛനും അമ്മായിയൊക്കെ വിഷമിക്കും. എന്നാ പൊയ്ക്കോളൂ, ഞാൻ അമ്മയോട് പറഞ്ഞോളാം. ദിവസം ഇവിടുന്ന് മാറി നിന്നപ്പോ പെണ്ണങ്ങ് കോലം കെട്ടു. നീ ശ്രദ്ധിച്ചില്ലേ ഗോവിന്ദ? യാത്രാ ക്ഷീണം കൊണ്ടാവും. പിന്നെ അന്യനാട്ടിലെ ഭക്ഷണമല്ലേ, ഒന്നും മനസ്സിന് പിടിച്ചിട്ടുണ്ടാവില്ല. വല്ല സൂക്കേടും പിടിച്ചാലാന്നോ എന്റെ പേടി. നാളെ കഴിഞ്ഞ കല്യാണ നിശ്ചയല്ലേ. നാളെ എങ്കിലും ഒരു ദിവസം ഓഫീസിൽ പോവാതെ ഇവിടെ എങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറയണം. എവിടെ നമ്മൾ പറഞ്ഞ അനുസരിക്കും തോന്നുന്നുണ്ടോ ചേച്ചിക്ക്? ജോലിക്ക് പോക്ക് മുടങ്ങുമെന്ന് കരുതി നിശ്ചയം ഞായറാഴ്ചത്തേക്ക് മാറ്റാൻ നിർബന്ധം പിടിച്ച പാർട്ടിയാ. ചടങ്ങിന് എല്ലാരും കൂടെ ഒരു 10-15 പേരല്ലേ ഉണ്ടാവൂ.
ഇനി കുഞ്ഞുലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് എത്ര പേരുണ്ടാവുമെന്ന് കൃത്യം പറയാൻ പറ്റില്ലല്ലോ. എന്നാലും എല്ലാം കൂടി ഒരു 20 പേർക്ക് കരുതണം. പാചകക്കാരെ ശങ്കരൻകുട്ടിയോട് രാവിലെ തന്നെ വരാൻ പറഞ്ഞിട്ടുണ്ട്. പാചകത്തിന് പുറത്തു നിന്ന് ആളെ വെക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. 10-20 പേർക്ക് വെച്ചു വിളമ്പാൻ ഇപ്പോഴും എന്നെ കൊണ്ടാവും. വെറുതെ എന്തിനാ ഒരു പാഴ്ചെലവ്? ഏയ് അതൊന്നും വേണ്ട. ചേച്ചി എല്ലാത്തിനും ഒരു മേലാളായി നിന്നാ മതി. എന്താ മോളെ, എന്തിനാടി അവളെ ടോട്ടിക്കുന്നത്? അമ്മൂമ്മേ, അമ്മ എനിക്ക് ഉടുപ്പ് തരുന്നില്ല. മോളെ എടുത്തോ. എന്താ അവൾ ഈ ഉടുപ്പിട്ടെന്ന് വെച്ച് നിനക്കെന്താ വരാൻ പോകുന്നു? അവക്കിടാൻ വേറെ ഉടുപ്പില്ലാഞ്ഞിട്ടാണോ? വേണി ചേച്ചി കൊണ്ടുവന്ന പുത്തൻ ഉടുപ്പ് ഇപ്പൊ വേണമെന്ന് പറഞ്ഞ വാശി പിടിച്ചാൽ എങ്ങനെയാ? അത് അവൾ ഇട്ടോട്ടെ, മോളുടെ ആഗ്രഹമല്ലേ. എപ്പോഴായാലും അവക്ക് തന്നെ ഇടാലോ. നിശ്ചയത്തിനിടാന്ന് പറഞ്ഞിട്ട് കേക്കണ്ടേ പെണ്ണ്? ഒറ്റ കുത്തുവെച്ചരും. വേണ്ട, എനിക്ക് ഇത് ഇപ്പൊ ഇടണം. നിശ്ചയത്തിന് എനിക്ക് അപ്പൂപ്പൻ വേറെ വാങ്ങിത്തരും. ആഹാ, തോന്നുമ്പോഴൊക്കെ പുതിയത് വാങ്ങാൻ പെട്ടിയിലെ കാശ് അടുക്കി വെച്ചിരിക്കല്ലേ ഇവിടെ. നോക്കിക്കോ, ഇപ്പൊ പറഞ്ഞ കേട്ടില്ലെങ്കിൽ അന്നും നീ ഇതേ ഇടൂ. ഇനി അതിന്റെ പേരും പറഞ്ഞ് അമ്മയും മോളും കൂടെ അടി വെക്കണ്ട. നേരാ, അന്നത്തേക്ക് അമ്മുക്കുട്ടിക്ക് അപ്പൂപ്പ ഒരു പുതിയ ഉടുപ്പ് വാങ്ങിച്ചു തരാം. ഇപ്പൊ വഴക്ക് കയറുന്നല്ലോ. ഹായ്, താങ്ക് യു അപ്പൂപ്പ. അയ്യടാ, പെണ്ണിന്റെ ഒരു നെകളിപ്പ് കണ്ടില്ലേ? നിങ്ങളൊക്കെ ചേർന്നാ ഇവളെ ഇങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കുന്നത്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടേ, വാങ്ങിട്ട്. അമ്മുക്കുട്ടിയുടെ അച്ഛനെന്തിയേ? വേണിച്ചിട്ടേ സംസാരിച്ചിരിക്കുക. നന്നായി ഗോപ. ഏതായാലും ഇങ്ങനൊരു തീരുമാനം എടുത്തത് കൊള്ളാം. ഈ ബിസിനസ് ആവുമ്പോ അത്ര കൂടുതലൊന്നും ഇൻവെസ്റ്റ്മെന്റ് വേണ്ടല്ലോ. അല്ല, ബാങ്ക് ലോൺ പെട്ടെന്ന് കിട്ടുമോ? കഴിവതും വേഗം തരാക്കാന്നാ മാനേജർ പറഞ്ഞു. പുള്ളി നമ്മുടെ ഹരിയുടെ ഒരു പരിചയക്കാരനാ. അതുകൊണ്ട് സംഗതി പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത്യാവശ്യം ചില മിഷനറി വേണം, അതിനാ കാശേലവ്. പിന്നെ സെയിൽസിന് വേണ്ടി പഴയൊരു 2 വീലർ നോക്കി വെച്ചിട്ടുണ്ട്. തൽക്കാലം ചെറിയ രീതിയിൽ തുടങ്ങാന്ന് കരുതി. മതി. മൂവ്മെന്റ് എങ്ങനെയുണ്ടെന്ന് അറിയാലോ. ഇനി അഥവാ പ്രതീക്ഷിച്ച ഗുണമില്ലെന്ന് വന്നാ നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാലോ. വിജയിക്കുന്ന തന്നെ എന്റെ പ്രതീക്ഷ. മറ്റു ലേബർ ചാർജ് ഒന്നും വേണ്ടി വരില്ലല്ലോ, എല്ലാം നമ്മൾ തന്നെയല്ലേ ചെയ്യുന്നത്. പിന്നെ വേണി പറഞ്ഞതുപോലെ ബിസിനസ്സിൽ നഷ്ടവും ലാഭമൊക്കെ എപ്പോഴാണ് ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. അതിന്റെ ഒരു ടെൻഷനുണ്ട്. ഏയ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഗോപൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോണം. ഈ പുതിയ ജീവിതം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചല്ല. എല്ലാം വേണി ഒരാളുടെ സഹായം കൊണ്ടാ. നന്ദി പറഞ്ഞ് ഞാൻ ഈ കടപ്പാട് നിസ്സാരാക്കി എടുക്കുന്നില്ല. അതൊക്കെ വെറുതെ തോന്നുന്നതാ ഗോപ. ജീവിതം ഇനിയും ബാക്കി കിടക്കുമ്പോ അതിലേക്ക് കൈപിടിച്ച് കയറാൻ ദൈവം ഓരോരോ നിമിത്തങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ഒരു നിമിത്തം മാത്രം ഞാൻ മാത്രമല്ല, നമുക്ക് ഓപ്പറേഷന് വേണ്ട പണം തന്ന് സഹായിച്ച ആ നല്ല മനുഷ്യനും. ഇനി ഞാനെന്ത് പറയാനാ? എല്ലാരും തീരുമാനിച്ചു കഴിഞ്ഞല്ലേ? എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. നിന്റെ ഈ അഴകുഴമ്പം മട്ട് കാണുമ്പോഴാ ദേ, ഇനി ഇങ്ങനെ ഉത്തരവാദിത്തമില്ല നടന്നാ പോരാ. ഓ, തുടങ്ങിയ അമ്മയുടെ ഒരു സ്റ്റഡി ക്ലാസ് ഞാൻ എന്ത് ചെയ്തെന്നാ? നീ ഒന്നും ചെയ്യുന്നില്ലെന്നാ എന്റെ പരാതി. മറ്റന്നാ നിശ്ചയം. അത് കഴിഞ്ഞാ ഏറി വന്ന 1 മാസത്തിനകം കല്യാണം. താലിമാലയും വാങ്ങി നേരെ ചെന്ന് പന്തലിരുന്നാ പോരല്ലോ. 100 കൂട്ടം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. കുറി അടിക്കണം, വേണ്ടപ്പെട്ടവരൊക്കെ നേരിട്ട് ചെന്ന് ക്ഷണിക്കണം, താലിയും പുടവേ വാങ്ങിക്കണം. ഇനി ഇതൊക്കെ എന്നാന്നും പറഞ്ഞിരിക്കാ നീ? ഈ അമ്മയുടെ ഒരു ധൃതി. കല്യാണ തീയതി പോലും നിശ്ചയിച്ചിട്ടില്ല, അതിനു മുമ്പ് എങ്ങനെയാ കുറിയടിക്കുന്നത്? പിന്നെ നാടടച്ചുള്ള കല്യാണമൊന്നുമല്ലല്ലോ. ഏറി വന്ന നമ്മുടെ ഭാഗത്തുനിന്ന് 100-150 പേര്. അവരെ ക്ഷണിക്കാൻ ആവശ്യം പോലെ നേരമുണ്ട്. നേരം ഉണ്ടെന്നും പറഞ്ഞിരുന്നോ? 1 മാസം ദേണ്ടേ പിടിച്ചോന്നും പറഞ്ഞ് അങ്ങ് പോവും. പിന്നെ അത് ചെയ്തില്ല, ഇത് നടന്നില്ല എന്നും പറഞ്ഞ് നീ തന്നെ ഓടേണ്ടി വരും. വെറുതെ ആള് കാണിക്കാൻ വന്നു നിൽക്കുന്നല്ലാതെ കുമാരേട്ടനെ കൊണ്ട് ഒരു ഗുണമില്ലാന്ന് നിനക്കറിയാലോ. എല്ലാത്തിനും നീ ഒരാൾ വേണം ഓടി നടക്കാൻ. അതാ ഞാൻ പറഞ്ഞത്, നേരത്തിനും കാലത്തിനും ഓരോന്ന് ചെയ്തു തീർക്കാൻ. എന്നാലേ നാളെ മുതൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ആമാ. അതനുസരിച്ച് ഞാൻ പ്രോഗ്രാം ചാർട്ട് ചെയ്യാം. എന്താ?
എന്റെ അമ്മയെ വേണി അങ്ങ് കൊണ്ടുവരാൻ ഇത്ര ധൃതിയായോ അമ്മയ്ക്ക്? എന്നാലേ ഒരു കാര്യം ചെയ്യാം, 1 മാസത്തിനകം ആക്കണ്ട. മാഷിനോട് പറഞ്ഞ് നിശ്ചയത്തിന്റെ പിറ്റേന്ന് തന്നെ നമുക്ക് കല്യാണം നടത്താം. എന്താ? നീ കളിയാക്കൊന്നും വേണ്ട, ഞാൻ അതിന് റെഡിയാ. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണ് മരുമകളായി വരുന്നതിന്റെ സന്തോഷമൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഹലോ, ആ ഫിറോസേ, നീ എവിടുന്നാ? വീട്ടിലെത്തിയോ? ആ, ചെറിയൊരു വിശേഷമുണ്ട്. ആ, അതൊക്കെ പറയാം. നീ ഒരു കാര്യം ചെയ്യ്, മറ്റന്നാ രാവിലെ ഇങ്ങോട്ട് പോരെ. വിശേഷം എന്താണെന്ന് നേരിട്ട് കാണാലോ. ഒക്കെ നേരിട്ട് പറയാന്ന് പറഞ്ഞില്ലേ? നീ കൃത്യമായിട്ട് എത്തണം, വരാതിരിക്കില്ലേ? ആ ശരി, ഓക്കെ. ആരാ മോനെ വിളിച്ചത്? നമ്മുടെ ഫിറോസ. ആ, അവൻ ലീവിന് വന്നിട്ടുണ്ട്. നിശ്ചയത്തിന് അവനും കാണും. ആ ചെക്കൻ കാണുമ്പോഴൊക്കെ പറയും നിന്നെ പിടിച്ച് കെട്ടിക്കാൻ. എന്തായാലും സമയത്തിന് അവനെയും കിട്ടിയല്ലോ. ആ, നീ വാ, ഞാൻ കഴിക്കാൻ എടുക്കാം. അല്ല, ഇത്ര പെട്ടെന്നെന്താ ചേച്ചിക്ക് മക്കളുടെ കാര്യത്തിൽ ധൃതി പിടിച്ചൊരാലോചന? പേടിച്ചിട്ടാടാ. ഒരുത്തന്റെ കാര്യം കണ്ടില്ലേ? നമ്മുടെ ഭാഗത്തുനിന്നുള്ള ശ്രദ്ധക്കുറവുണ്ടല്ലേ ഗൗരി ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. ഇനി അവനൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ അത്ര പെട്ടെന്ന് നമ്മളെ കൊണ്ട് പറ്റുമോ? എല്ലാം അവനായിട്ട് നശിപ്പിച്ചതല്ലേ. സാമ്പത്തികമായിട്ട് അത്ര മെച്ചപ്പെട്ടതായിരുന്നില്ലെങ്കിലും തെറ്റില്ലാത്തൊരു പെണ്ണായിരുന്നില്ലേ അവന്റെ ഭാര്യ. ആ വേണ്ട, അതൊന്നും ഞാനായിട്ട് ഇനി ഓർമ്മിപ്പിക്കുന്നില്ല. അവന്റെ എടുത്തിയായിട്ടും തന്നിഷ്ടമാ അവനെ ഈ ഗതിയിലെത്തിച്ചത്.